സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. 2025 ഒക്ടോബർ 29-നാണ് സംസ്ഥാന മന്ത്രിസഭ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. ഈ പെൻഷൻ പദ്ധതിയിലേക്ക് ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെ രേഖകൾ വേണം, എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള സ്ത്രീകളുടെ പ്രായപരിധി 35-നും 60 വയസ്സിനും ഇടയിലായിരിക്കണം. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇവർ മറ്റ് സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികളിലൊന്നും ലഭിക്കുന്നവരായിരിക്കരുത്. അതായത് വിധവാ പെൻഷൻ, അംഗപരിമിതമാർക്കുള്ള പെൻഷൻ, ക്ഷേമനിധി ബോർഡ് പെൻഷൻ മുതലായവ. അതുപോലെ തന്നെ കേരളത്തിൽ സ്ഥിരതാമസമായിരിക്കണം. അതുപോലെ തന്നെ കുടുംബ വാർഷിക വരുമാനം 1,00,000 രൂപയിൽ കവിയാൻ പാടില്ല. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: 1. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം. 2. റേഷൻ കാർഡിൻ്റെ കോപ്പി AY PHH വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന പേജുകൾ ഉൾപ്പെടെ. 3. ആധാർ കാർഡ്. 4. ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി. ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭിക്കുക. 5. വരുമാന സർട്ടിഫിക്കറ്റ്. 6. പ്രായപരിധി തെളിയിക്കുന്ന രേഖകൾ. പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിലേതെങ്കിലും ഹാജരാക്കണം. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഡിസംബർ 13-ന് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക. മറ്റ് ക്ഷേമ പെൻഷൻ പദ്ധതികളിലൊക്കെ അപേക്ഷ നൽകുന്നത് പോലെ ഓൺലൈൻ വഴി അപേക്ഷിച്ച് അതിൻ്റെ പ്രിൻ്റ് എടുത്തതിന് ശേഷം പഞ്ചായത്തിൽ സമർപ്പിക്കുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിനാവശ്യമായ രേഖകളൊക്കെ തയ്യാറാക്കുക. ഡിസംബർ 13-ന് ശേഷം ഇതിനായി അപേക്ഷിക്കാം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്.